പുതിയ വീഡിയോക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഫൈനലി നാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ രാവിലെ സമയം 5:30 ആയിട്ടോ, വെളുപ്പിന് 5:30. പുറത്ത് നല്ല മഴയാണ്. ഇന്നലെ രാത്രി തൊട്ടല്ലേ, രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തണുപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് സിഡ്നിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 1 മണിക്കല്ലേ? 1 മണിക്ക് കേട്ടോ. അപ്പൊ ഞങ്ങള് രാവിലെ തിരക്കാണല്ലോ, ഓഫീസ് ടൈം സ്കൂൾ ടൈം ഒക്കെ ആയതുകൊണ്ട് അവിടെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന്. നമ്മള് കാറിനാണ് പോകുന്നത് സിഡ്നിക്ക്. അപ്പോൾ പെട്ടിയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ബാക്കി വലിയ പെട്ടികളൊക്കെ നമ്മൾ കാറിനകത്ത് വെച്ചു. തണുപ്പത്തിന് പുറത്തിറങ്ങി എല്ലാം കയറ്റണ്ടേ, അതുകൊണ്ട് തലേദിവസം നമ്മളെല്ലാം സെറ്റ് ചെയ്തു. അപ്പൊ നമ്മളിനിയിപ്പോ രാവിലെ എല്ലാം റെഡിയായി ഉള്ള ഈ ഒരു ചെറിയ പെട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ വണ്ടിക്കകത്തേക്ക് കയറാൻ പോവാണ്. ഒരു 3 മണിക്കൂർ 3 മണിക്കൂർ കൃത്യം അല്ലേ? 3 മണിക്കൂർ എടുക്കും. മഴയും കൂടെ ഉള്ളത് കൊണ്ട് കൃത്യം 3 തന്നെ എടുക്കും. അപ്പോ ഞങ്ങൾ ഇനി സിഡ്നിയിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി സിഡ്നി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോ നമ്മളങ്ങനെ സിഡ്നി ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു 1.5 മണിക്കൂറോളം കംപ്ലീറ്റ്ലി ഭയങ്കര മഴയായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് സ്ലോയിലാണ് ഓടിച്ചത്. അപ്പൊ ഇപ്പൊ സമയം 8 മണിയായി. 9 മണിയാണ് നമുക്ക് എയർപോർട്ട് അറൈവൽ കാണിക്കുന്ന സമയം. പിന്നെ സിഡ്നി ഒരു സിറ്റി ആകുമ്പോഴത്തേക്കിന് കുറച്ച് ബ്ലോക്ക് ചിലപ്പോൾ കാണും, ഈ ഒരു ഓഫീസ് ടൈം സ്കൂൾ ടൈം ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ധാരാളം സമയമുണ്ട്, നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയതുകൊണ്ട്. അങ്ങനെ ഇനിയിപ്പോ നമ്മള് സിഡ്നി ഏകദേശം അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ജോ, ബോറടിച്ചോ? ഞാൻ ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനിയും സിഡ്നിയില് എയർപോർട്ട് എത്തിയിട്ട് കാണാവേ. അപ്പൊ നമ്മള് ചെക്കിനൊക്കെ കഴിഞ്ഞ് ഗേറ്റിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇത് കണ്ടോ, ഇത് ലിഷ ചേച്ചി നമ്മുടെ ക്യാമറ ഹോസ്പിറ്റലിൽ തന്നെ ചേച്ചി വർക്ക് ചെയ്യുന്നത്. ഞാൻ വന്ന കാരണത്തോടെ എനിക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ ചേച്ചി നമ്മൾ ഇന്നലെ രാത്രി ആണ് ഞങ്ങൾ സെയിം ഫ്ലൈറ്റ് ആണ് കേട്ടോ. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ, ഫാമിലി കൊടുത്തില്ല. അപ്പം ചേച്ചി ഞങ്ങൾക്ക് മലേഷ്യ വരെ ഉണ്ട്. മലേഷ്യൻ ചേച്ചി കൊച്ചിക്കാണ് പോകുന്നത്, ഞങ്ങൾ ട്രിവാൻഡ്രമാണ്. അപ്പം ഞങ്ങൾക്ക് കൂട്ടുണ്ട്. യെസ്, സെയിം ഫ്ലൈറ്റ്. അപ്പം അങ്ങനെ ചേച്ചിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പതുക്കെ ഗേറ്റിലേക്ക് പോകാം അല്ലേ. 12 മണിക്കാണ് ഇപ്പൊ സമയം. 11:15 ഞാനൊക്കെ തിരിച്ചു പോകും. ഓക്കെ, ബൈ ബൈ. കഴിഞ്ഞ് കാണാം കേട്ടോ. ഓക്കെ.
നമ്മളതേ ഗേറ്റിലെത്തി. നമ്മൾ ബോർഡിങ്ങിന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് മലേഷ്യൻ എയർലൈൻസ് ആണ്. സിഡ്നി ടു മലേഷ്യ, മലേഷ്യ ടു ട്രിവാൻഡ്രം. അപ്പം ഫ്ലൈറ്റൊക്കെ ഓൺ ടൈം ആയിരുന്നു കേട്ടോ. നമ്മളകത്ത് കയറി. ചേച്ചിക്കും എനിക്കും ജോയ്ക്കും അടുത്തടുത്ത 3 സീറ്റാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. ഫ്ലൈറ്റ് അത്യാവശ്യം ഫുള്ളായിരുന്നു. അങ്ങനെ നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ജോയും ചേച്ചിയും ഒക്കെ ഇരിക്കുവാണ് കേട്ടോ. അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഫുഡെന്ന് പറയുന്നത് നമുക്ക് ബസ്മതി റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കനായിരുന്നു, ചിക്കനും ഫിഷും. നമ്മൾ ചിക്കനാണ് പറഞ്ഞത്. പിന്നെ ഒരു ബ്രെഡ് റോൾ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സാലഡ്, ഒരു ഡെസേർട്ട്, പിന്നെ 2 നാൻ ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ജോയും വിശന്നിരുന്നുകൊണ്ട് ജോയും നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം സിനിമ കണ്ടു. ജോയുടെ കാർട്ടൂൺ സിനിമ കണ്ടു. അങ്ങനെ കുറേ നേരമൊക്കെ ഉറങ്ങിയും സിനിമ കണ്ടുമൊക്കെ ഞങ്ങൾ ആ ഒരു 8 മണിക്കൂർ തള്ളി നീക്കി കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഫസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ഓവർ മലേഷ്യയിൽ എത്തിയിരിക്കുവാണ്. ഇതാണ് മലേഷ്യയിലെ എയർപോർട്ട്, കോലാലംപൂർ. ഇവിടുന്ന് നമുക്ക് കുറച്ച് നടക്കാനും പിന്നെ ബസ്സിൽ കയറി വേണമായിരുന്നു നമുക്ക് അടുത്ത നമ്മുടെ ഗേറ്റിലേക്ക് പോകാനായിട്ട്. നമുക്ക് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് ട്രിവാൻഡ്രം ഫ്ലൈറ്റ് കയറി. ഇനി അടുത്തത് നമ്മുടെ ട്രിവാൻഡ്രം. ഫൈനലി ഞങ്ങളതേ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുവാണ്. നമ്മൾ ബാഗൊക്കെ കിട്ടി. ഡിലേ ഒന്നുമില്ലായിരുന്നു. 2 ഫ്ലൈറ്റും ഓൺ ടൈം ആയിരുന്നു. പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതേ എല്ലാവരെയും കാണാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റോടു കൂടി നടക്കുകയാണ് കേട്ടോ വെളിയിലേക്ക്. ഇമിഗ്രേഷനും എല്ലാം എളുപ്പം കഴിഞ്ഞു കേട്ടോ. ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു, എന്നാലും നമുക്ക് ആ ഒരു നാട്ടിലെത്തുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമുക്കതൊന്നും വിഷയമല്ലായിരുന്നു കേട്ടോ. ഞങ്ങളത് ഐ ലവ് ട്രിവാൻഡ്രം എയർപോർട്ട്. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഇച്ചാനില്ലാതെ ഞങ്ങൾ 2 പേരും കൂടെ നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ മമ്മിയും ആനിമ്മ നമ്മുടെ മമ്മിയുടെ എൽഡർ സിസ്റ്ററാണ്. പിന്നെ അവർ 2 പേരും പപ്പയും ഉണ്ട്. അങ്ങനെ അശുഭ മുഹൂർത്തം വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാം കഴിഞ്ഞത് ഫൈനലി നമ്മൾ എയർപോർട്ട് എക്സിറ്റ് ചെയ്യുകയാണ്. ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഒരു മൊമെൻറ്റ്. വരുമ്പോൾ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കാണുന്നത്. ഓഹോ, ഇനിയിപ്പോൾ അടുത്തത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ആ ഫ്രണ്ടിൽ തന്നെ പപ്പയും മമ്മിയും ആനിമയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അവരെ കണ്ടു ഞങ്ങൾ. അപ്പോൾ താങ്ക് ഗോഡ് നമ്മൾ സേഫായിട്ട് എത്തി. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുവാ. ജോ, ട്രിവാൻഡ്രം എത്തിയോ? അയ്യോ, പപ്പയും മമ്മിയും നമ്മുടെ ആനിമാമ്മ എല്ലാവരും എത്ര 1 മണിക്കൂറായോ? 1.5 മണിക്കൂറായോ? 1 മണിക്കൂറായി. അവർ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക കേട്ടോ. എനിക്കിവിടെ ഒന്ന് ആണോ? അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാം കേട്ടോ. സമയം എത്ര? രാത്രി 1 മണിയായിട്ടോ. അപ്പോഴാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തത്. പിന്നെ ഇവരെല്ലാവരും 1.5 മണിക്കൂറായിട്ട് തന്നെ പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ തന്നെ നിൽക്കണം, കാരണം എൻ്റെ മൊബൈലൊന്നും ഇവിടെ വർക്ക് ചെയ്തില്ല. എനിക്ക് കോൺടാക്ട് ചെയ്യാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് നേരത്തെ ഇവിടെ മഴയപ്പോൾ ഇന്നില്ലായിരുന്നോ? ഇന്ന് മഴയൊന്നും പെയ്തില്ലേ? അമ്മ വന്നെല്ലാം സെറ്റായോ? അപ്പം ഇനിയും കുഴപ്പമില്ല. ഇത് ആനിമാമ്മ, ഇതെൻ്റെ മമ്മീൻ്റെ മൂത്ത ചേച്ചിയാണ് കേട്ടോ. മമ്മി ആനിമാമ്മയും 2 പേരും ഒറ്റക്കെട്ടാണ്. അങ്ങനെയാണ് അവർ 2 പേരും കേട്ടോ.
അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വലിയ മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ.